ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇടയിൽ വ്യവസായ ഭീമൻ എലോൺ മസ്കിന് എന്താണ് കാര്യം? പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന വേളയിൽ അമേരിക്ക ഇന്ത്യ ചർച്ചകൾക്കിടയിലാണ് മസ്ക് അവതരിച്ചിരിക്കുന്നത്. യുദ്ധം സംബന്ധിച്ച് രണ്ട് രാജ്യത്തെ നേതാക്കന്മാർ സംസാരിക്കുന്നതും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതും പുതുമയല്ല. എന്നാൽ അതിനിടയിൽ ഒരു ബിസിനസ് ട്രൈബ്യൂണലിന്റെ ആവശ്യം എന്താണെന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. രണ്ടാം വരവിൽ മോദിക്കും ഇന്ത്യ രാജ്യത്തിനും പുല്ലുവില നൽകുന്ന പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടിൽ കോൺഗ്രസ് അടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഇന്ത്യ അമേരിക്ക ബന്ധം മുലയുന്ന അവസ്ഥയിലാണ് നിർണായകമായ ചർച്ച മോദിയും ട്രംപും തമ്മിൽ നടന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ മധ്യസ്ഥന്റെ റോളിലാണോ മസ്ക് അവതരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യം ഒരു വലിയ ബിസിനസ് സാധ്യതയാണ്. അവിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പോരടിച്ചു നിൽക്കുകയാണെങ്കിൽ അത് മസ്കിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും അതേ രീതിയിലുള്ള അടുപ്പം മസ്കിനുണ്ട്. ഈ സാഹചര്യത്തിൽ തന്റെ വിപണി സുരക്ഷിതമായി നിലനിർത്തുക എന്ന ബാധ്യത മസ്കിനുണ്ടെന്നിരിക്കെയാണോ ഈ ഇടപെടൽ എന്ന് വ്യക്തമല്ല. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ ടെലിഫോണിൽ ചർച്ച നടത്തിയത്. ഈ നിർണായക ഫോൺ കോളിലാണ് ഇലോൺ മസ്കും പങ്കുചേർന്നതായി ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. രണ്ട് രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള യുദ്ധകാല ചർച്ചയിൽ ഒരു സ്വകാര്യ വ്യക്തി പങ്കെടുക്കുന്നത് അസാധാരണമായ സംഭവമായാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. രണ്ടാം വരവിൽ ട്രംപ് തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി അവതരിപ്പിക്കുകയും പിന്നീട് തെറ്റിപ്പിരിയുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മസ്ക് ഇപ്പോൾ പ്രസിഡന്റുമായി വീണ്ടും അടുത്ത ബന്ധത്തിലാണെന്നാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത്. ഈ ഫോൺ ചർച്ചയിൽ മസ്ക് എന്തിനാണ് പങ്കെടുത്തതെന്നോ അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്ന് മസ്കിന്റെ കമ്പനികൾ വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ അദ്ദേഹം കാലങ്ങളായി ആഗ്രഹിക്കുന്നുമുണ്ട്. മസ്കിന്റെ റോക്കറ്റ് കമ്പനിയായ സ്പേസ് എക്സ് ഈ വർഷം അവസാനം ഓഹരി വിപണിയിൽ ഇറങ്ങാൻ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ആഗോള സാമ്പത്തിക സ്ഥിതി വഷളായാൽ ഇത് പ്രതിസന്ധിയിലായേക്കാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെക്കുറിച്ചും പ്രത്യേകിച്ച് ആഗോള ഇന്ധന വിതരണത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാൻ സൈന്യം ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെക്കുറിച്ചുമാണ് ട്രംപും മോദിയും ചർച്ച ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് ലോകമെമ്പാടും ഇന്ധനവില വർദ്ധിക്കാനും വിപണികൾ തകിടം മറിയാനും കാരണമായിട്ടുണ്ട്. പല ഏഷ്യൻ രാജ്യങ്ങളും ഇന്ധന റേഷൻ ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായും തടസ്സമില്ലാതെയും നിലനിൽക്കേണ്ടത് ലോകത്തിന് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് തീരുമാനിച്ചതായി മോദി അറിയിച്ചുവെങ്കിലും മസ്കിന്റെ കാര്യം ചർച്ചയാക്കുവാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് മസ്ക്. പ്രത്യുപകാരം എന്ന നിലയിൽ സർക്കാർ പ്രവർത്തനങ്ങളിൽ മസ്കിന് നിർണായക ഇടപെടലിനുള്ള അവസരം ട്രംപ് നൽകിയിരുന്നു. ഔദ്യോഗിക അധികാരമില്ലാതെ ഡോജെ എന്ന വിഭാഗത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മസ്ക് സർക്കാർ സംവിധാനങ്ങളിലെ അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരെ വെട്ടിനിരത്തിയത് ഉൾപ്പെടെയുള്ള ഭ്രാന്തൻ നടപടികൾ നടപ്പിലാക്കിയിരുന്നു. പിന്നീട് ട്രംപുമായി വലിയ വഴക്കിൽ എത്തിച്ചേർന്നുവെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. നിലവിൽ മസ്കിന് അമേരിക്കൻ ഭരണകൂടത്തിൽ യാതൊരുവിധ സ്ഥാനങ്ങളുമില്ല. അതേസമയം മസ്ക് ഫോൺ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറായില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണെന്നും ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് മാത്രം പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകളിൽ സ്വകാര്യ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നത് വൈറ്റ് ഹൗസിന്റെ രീതികളിൽ ഇല്ലാത്തതാണ്. എന്നാൽ തന്റെ മരുമകൻ ജോറെഡ് കുഷ്നറെ ഔദ്യോഗിക പദവി ഇല്ലാതിരുന്നിട്ടും മിഡിൽ ഈസ്റ്റ് ചർച്ചകൾക്കായി ട്രംപ് നിയോഗിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തന്റെ ഉടമസ്ഥതയുള്ള എക്സ് പ്ലാറ്റ്ഫോമിൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് മസ്ക് വലിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ആഗോള വിതരണ ശൃംഖലകൾക്കായി രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് നമ്മൾ മടിയന്മാരായി പോയി എന്ന ഒറ്റ വാക്കിൽ മാത്രമാണ് മസ്ക് മറുപടി പറഞ്ഞത്. ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് മസ്കിന് വേണ്ടി മോദിയോട് ട്രംപ് സംസാരിച്ചുവെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കത്തിന് ഇന്ത്യ അമേരിക്കയ്ക്ക് കൈകൊടുത്തുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.